ഐഷത്തുൽ ഷംന കൂടി നമുക്കൊപ്പമുണ്ട്. ഷംന, അവിടെ കവാടവാതുക്കൽ അവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? പ്രമുഖരുടെ വലിയ സാന്നിധ്യമൊക്കെ അവിടെ കാണുന്നുണ്ടോ? ഇനി ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നമുക്ക് ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കാൻ. തീർച്ചയായും സജീഷ്, വലിയ ആവേശത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികളും ഒപ്പം ഇത് കാണാനായി ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേതാക്കളൊക്കെ എത്തുന്നു, പ്രാദേശിക നേതാക്കളൊക്കെ എത്തി, എം എൽ എ എത്തി. ഇപ്പോൾ ദിവ്യ എസ് ഐ ഉണ്ട് നമ്മോടൊപ്പം. നമുക്ക് ഒരു പ്രതികരണം ഒന്നാകെ ഇട്ട് നോക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്. വലിയൊരു അഭിമാനമാണ് നമുക്ക്. എന്തായാലും ഒക്ടോബറോട് കൂടി കമ്മീഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? നമ്മുടെ കേരള ജനതയുടെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുന്ന ഒരു അവസരമാണ്. അതിനെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതിൽ നമുക്കൊക്കെ ഈ ഒരു ആഹ്ലാദത്തിൽ പങ്കുചേരാമെന്ന് മാത്രമേ പറയാനുള്ളൂ. വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായി ഒരു വലിയ സംഘം ആളുകൾ അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കൃതജ്ഞത കൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിന്റെ പിന്നിൽ എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേടിയെടുക്കുമ്പോൾ ഒരു അഭിമാനത്തിനപ്പുറം ആ സന്തോഷം, ഒരു ഭാരം ഇറക്കി വെക്കുന്ന ഒരു ഫീൽ. ഇല്ല, അങ്ങനെയൊന്നും തോന്നില്ല. കാരണം ഒരു ചുമതലയിൽ നിന്നും മറ്റൊരു ചുമതലയിലേക്കുള്ള ഒരു യാത്രയാണ്. ശരിക്കും നമ്മൾ ഒരു ലക്ഷ്യത്തിൽ നിന്നും അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദവും ഒരു ആവേശവുമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളത്. അതിനോടൊപ്പം ഇതെല്ലാം നടക്കുവാനായി നേതൃത്വം നൽകിയ നമ്മുടെ സർക്കാരിനോടും ഒപ്പം അതിന് കൂടെ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ചും വിഴിഞ്ഞത്തിൻ്റെ കുടുംബങ്ങളോടും ഒക്കെ എല്ലാവർക്കും കൃതജ്ഞത മാത്രമാണ്. തീർച്ചയായും സജിത്ത്, അത് തന്നെയാണ് കേരളത്തിന്റെ ആവേശം, അഭിമാനം. ഒരു ലക്ഷ്യത്തിൽ നിന്നും മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ഒപ്പം വിഴിഞ്ഞത്തിന്റെ